ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി M4 വേൾഡിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് എന്താ പറയുക, നമുക്കെല്ലാവർക്കും രോഗങ്ങളും ആപത്തുകളും മുസീബത്തുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ കച്ചവടം, നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണമല്ലോ. അപ്പോൾ അതിന് കച്ചവടം, ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും വേണം അല്ലേ. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു മാർഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ വെറും 3 മിനിറ്റും 10 സെക്കൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് കേൾക്കുക. ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക. പിന്നെ ഇതിൽ പറഞ്ഞമാർക്ക് ചെല്ലുക. ഇത് പറയാൻ ഞാനാരുമല്ല, പക്ഷേ എന്നാലും അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് നല്ലൊരു തീരുമാനമാണ് എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ച്. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ എല്ലാവരും ചെല്ലുന്നുണ്ടാവും അത്യാവശ്യം, എന്നാലും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ രോഗങ്ങളിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കും ഒക്കെ ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. യാ അഹദു യാ അല്ലാഹ് എന്ന ഈ നാമം ചെല്ലുക. അതായത് അത്ഭുതകരമായിട്ടുള്ള മനഃശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഒരുവനായവനെ, ഏകനായവനെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതെല്ലാവരും പതിവായിട്ട് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്തത് വരുന്നത് യാ അവ്വലു യാ അല്ലാ എന്നാണ്. അതായത് അനാദ്യനായവനെ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മൾ കച്ചവടം തുടങ്ങുമ്പോൾ ഈ നാമം ചൊല്ലിയിട്ട് തുടങ്ങുക. അപ്പോൾ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യമുണ്ടാവും, നേട്ടം ഉണ്ടാവും. അടുത്തത് യാ മുഹീ യാ അല്ലാ എന്നാണ്. ജീവിപ്പിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നാമം നമ്മൾ പതിവായിട്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ് രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതും പതിവായിട്ട് ചൊല്ലുക. അതുപോലെ യാ സലാമു യാ അല്ലാ, രക്ഷകനായവനെ, സുബഹിസ്കാരം കഴിഞ്ഞ് 100 തവണ പതിവായിട്ട് ചൊല്ലുക. അതും രോഗമുക്തി, അറിവ്, ആപത്തുകളിൽ നിന്ന് രക്ഷ എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പതിവായി ചൊല്ലുക, 100 പ്രാവശ്യം ചൊല്ലുക. എല്ലാവർക്കും ഇത് ചൊല്ലാനും രോഗം മാറാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ